വൻപയർ നല്ല പോഷകമൂല്യവും നല്ല പ്രോട്ടീനും അടങ്ങിയതാണ്. ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കിയാൽ ദിവസത്തേക്ക് ആവശ്യമായ എല്ലാവർക്കും ഉള്ള പ്രോട്ടീൻ കിട്ടും. ഇത് കിഡ്നി ബീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. രാവിലെ കുതിർത്ത് 8 മണിക്കൂർ കുതിർത്ത് വാരി വെച്ചാൽ പിറ്റേന്ന് കറി വയ്ക്കാൻ തയ്യാറായി. ഇതുപോലെ ഒരു ബോൾ നിറച്ച് വൻപയറെടുത്ത് ഇത് മുളപ്പിച്ച് ഉപയോഗിക്കാം. ഒരു കുക്കറിലേക്ക് തട്ടണം. എളുപ്പത്തിൽ രാവിലെ കറി വയ്ക്കാൻ നല്ല ഒരു പോഷകവും നല്ല പ്രോട്ടീനുമാണിത്. പുഴുങ്ങി തേങ്ങയും പഞ്ചസാരയും ഇട്ട് കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെ ആഴ്ചയിൽ 3 ദിവസം ഇതാണ് കറി വയ്ക്കുന്നത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു വലിയ സവാള എടുത്ത് അരിഞ്ഞ് 2 ചെറിയ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിന് പരലുപ്പാണ് ചേർത്തിരിക്കുന്നത്, 2 പച്ചമുളകും ഒരു വലിയ തക്കാളിയും ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ഇത് കുക്കറിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം. കടലയുടെ കൂടെ തന്നെ ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഈ മസാലകളൊക്കെ പിന്നീട് എങ്ങനെയാണെന്ന് കാണിക്കാം. മഞ്ഞളിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ മഞ്ഞൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് ഇതിൽ ചേർക്കാവുന്ന മസാലയും ഇത് താളിക്കാവുന്ന ഉള്ളിയും തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങും വൻപയറും ചിലർക്ക് ഗ്യാസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നവർക്ക് ഇതിൽ ഒരു കാര്യം കൂടി ചേർക്കാം. ഒരു ചുള വെളുത്തുള്ളി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കുക്കറിൽ വേവിക്കാവുന്നതാണ്. ഇനി മസാല തയ്യാറാക്കാം. ഇത് വേവാൻ വച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ചീരകം, കറുക, ഏലക്കയും ഗ്രാമ്പും ചേർക്കാം. ഇവിടെ ഞാനത് ചേർക്കാൻ കിട്ടിയില്ല, തീർന്നു കഴിഞ്ഞു. ജീരകം കറുകയും വയറിന് ദഹനത്തിന് നല്ലതാണ്. അങ്ങനെ ഇത്രയും ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കണം. ഇത് പൊടിച്ച് ഒരു ബോളിലാക്കി മാറ്റി വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നന്നായിട്ട് ഇത് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ 2 പിടി കറിവേപ്പിലയും കൂടി, ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ, വീട്ടിലെ കറിവേപ്പിലയാണെങ്കിൽ അതുകൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചാൽ മതി. കറിവേപ്പില കുട്ടികൾ പെറുക്കി കളയാതിരിക്കാനാണ് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് പൊടിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് കറിയിൽ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതിയാകും. ഇത് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് കടുകും കറിവേപ്പിലയും ഒക്കെ എടുത്ത് താളിക്കാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ കുക്കറിലെ കടലയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം പാത്രം അടുപ്പത്തിൽ വെച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴണ്ട് ചുവന്ന പരുവാകുമ്പോൾ ഈ അരച്ച് വെച്ച മസാല എടുത്ത് ഇതിലേക്ക് എടുത്ത് ചിക്കി ഒന്ന് മസാല മണം മാറ്റിയതിന് ശേഷം ഈ കുക്കറിൽ അരിഞ്ഞു വെച്ച കറി അരച്ച് മിക്സിയിലടിച്ച് വെച്ച് കുക്കറിൽ വേവിച്ച് വെച്ച കറി കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ ഹെൽത്തി പ്രോട്ടീൻ സമ്പന്നമായ ഒരു കറിയായി. ഇത് രാവിലെ അപ്പത്തിൻ്റെ കൂടെ നല്ലതാണ്. ദോശയുടെ കൂടെ നല്ലതല്ല, ദോശയുടെ കൂടെ ചട്നിയൊക്കെയാണ് നല്ലത്. കാരണം ദോശയ്ക്ക് ചട്നിപ്പൊടിയും ഒക്കെയാണ് നല്ലത്. ദോശയിൽ ഉഴുന്ന് ചേരുന്നത് കൊണ്ട് ഉഴുന്നും ഈ പയറും ഒക്കെ നല്ലതല്ല. ഇത് അപ്പത്തിനാണെങ്കിൽ നല്ല കറിയാണ്. ഒരു ദിവസം മുഴുവനും നമുക്കുള്ള പ്രോട്ടീൻ ഈ കറിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.